സുനന്ദ, ശ്രീമതി സുനന്ദ. രൂപം പോലെ തന്നെ മനോഹരമായ ശബ്ദത്തിന് ഉടമയായ അവർ നാദവിരുന്നുമായി. ഹലോ, സുനന്ദയെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ഒരു കടമ എനിക്കുണ്ട്. തമിഴിലെ ഒട്ടനവധി ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ഗായികയാണ് സുനന്ദ. ഇളയരാജയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ്. ഒന്ന് രണ്ട് ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സുനന്ദയുടെ പാട്ടിന്റെ കഴിവിനെ പറ്റിയിട്ട്. അപ്പൊ ഏതൊക്കെയാ പാട്ടുകൾ എന്നുള്ളത് സുനന്ദനെ രണ്ടു പേര് പാടും ഇവിടെ. ആ പാടിയ പാട്ടുകൾ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. സുനന്ദ ഫസ്റ്റ് പാടിയത് രാജാ സാറിന് വേണ്ടി പാടിയത് പുതുമൈ പെൺ എന്നുള്ള ഫിലിമിന് വേണ്ടിയിട്ട്. കാതൽ മയക്കം അഴകിയ കൺകൾ തുടിക്കും, ഈ പാട്ടാണ് പാടിയത്. പിന്നെ അതിന് കഴിഞ്ഞിട്ട് പാടിയത് ചിന്ന വീട് എന്ന് പറഞ്ഞിട്ട് വെള്ളമല ഉള്ള മച്ചാ വിഴിയോരം ഈരമിന്ന പക്കത്തിലേ നാനിരുന്നും ദുഃഖത്തിലേ നീരുന്ന കരസേരും കാലമേ. പിന്നെ അവിടെ കുറെ പാട്ടിന് ഞങ്ങൾക്ക് അറിയാം. ഇതിന് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും അറിയണ പാട്ടാന്ന് തോന്നുന്നത് ഷെൺബകമേ ഷെൺബകമേ. അത് ആശാജി പാടിയുണ്ട്, എന്റെ വേർഷൻ വേറെയാണ്. പട്ട് പട്ട് പൂച്ചി പോലെ എത്തനയോ വണ്ണമീനും നട്ടുച്ചി നാം പരിക്ക നാൻ വളർത്ത നന്ദവനം തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ടോ സംശയം. എനിക്ക് അത്ര ഹിറ്റായ ഒരു പാട്ടായിരുന്നത്. എവിടെ നോക്കിയാലും ഈ ചെമ്പകമേ ഇരുന്ന ഒരു കാലത്ത്. പിന്നെ പൂവേ സെൻപൂവേ എന്നൊരു വളരെ ഹിറ്റ് ഒരു പാട്ടുണ്ട്. അത് യേശുദാസും സുനന്ദയും കൂടിയാണ് പാടി. ഹിറ്റായ പാട്ടായിരുന്നത്. പിന്നെ വാൾട്ടർ വെട്രിവേലില് ഒരു അടിപൊളി വേറെ പാട്ടുണ്ട്. ആ പാട്ട് പാടുന്നുണ്ട്. நீ புன்னகை சிந்திடும் சிங்கார கண்ணனலவா மழை
പൃഥ്വിരാജും സുകന്യയും അഭിനയിച്ച സിനിമയുടെ സുകന്യക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടി. ഓക്കെ, അങ്ങനെ കുറെ ഉണ്ട്. ഇതുവരെ ഒരു 4-5 നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. ഇനി കുറേ ഉണ്ട്. ഇത് ചിലപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്.